ആന ആനയില്ലത് മാമ ആന. ഹായ് ഹലോ നമസ്കാരം. പ്ലേറ്റ്സ് ആൻഡ് പ്ലാനറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ധോണി വെള്ളച്ചാട്ടത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. ധോണി വാട്ടർഫാൾസും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. അത് നമുക്ക് ടൈമിങ്ങിനനുസരിച്ച് പോകാൻ പറ്റുമോ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് പോയാലോ? വാ മാമ. പ്ലാൻ ധോണി പോവാ. ട്രക്കൊക്കെ ചെയ്ത് നല്ലൊരു കുളിയൊക്കെ കുളിച്ച് അത് കഴിഞ്ഞ് ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടും പോവാ. ശരി. അത് പോയി എത്തുമ്പോ സമയം കറക്റ്റ് ആകുമോ? ഞാനിങ്ങനെ രണ്ട് ടൈമിങ്ങിലാണ് അവിടെ കയറ്റി വിടണമെന്നാണ് അറിഞ്ഞത്. ഡൗട്ട് ഉണ്ട്, ഞാൻ നോക്കട്ടെ. അപ്പൊ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി എന്ത് ചെയ്യും? അത് അവിടെ നിന്ന് ആലോചിക്കാം. ആദ്യം പ്ലാനിന്റെ എന്റെ കാര്യം തീരുമാനമാവട്ടെ, എന്നിട്ട് മാറ്റാം. പ്ലാൻ ഒരു തീരുമാനമായതിനു ശേഷം പ്ലാൻ ബിയുടെ. നമുക്ക് പിന്നെ ലക്ക് കുറച്ച് കൂടുതലായത് കൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരണോ? അതെ, അത് ഉറപ്പാണ്. ഇവിടെ എന്നുള്ളത് അവിടെ പോയിട്ട് തീരുമാനിക്കും. മിസ്റ്റർ DJR ഓണല്ലേ? പ്ലാൻ എ ഓണാക്ക. പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി. പക്ഷെ പ്ലാൻ ബി എന്താന്ന് നമുക്കറിയില്ല. ആശ്ചര്യം. ഞാൻ നിങ്ങളോട് എന്തായാലും പ്രകൃതിപരമായിട്ട് കാണാൻ വേണ്ടി വന്നാണ് പാലക്കാടൊക്കെ. നല്ല സ്പോട്ട് തന്നെ, നല്ല സ്പോട്ട് തന്നെ കാണിച്ചു കൊടുക്കണമല്ലോ നമ്മള്. കാണിച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്കൊക്കെയല്ലേ പാലക്കാട് വരുള്ളൂ. സെറ്റാക്കാന്ന്. നിന്റെ സ്വന്തം നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന നാടാണെങ്കിലും. ജനിച്ചു വളർന്ന നാടല്ല, നീ ജനിച്ച നാട്. വളർന്നത് നീ എറണാകുളത്താണ്. നമ്മള് റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ കോളനി കേറിയിട്ടുണ്ട്. ടാണാവ്. പണ്ട് നിബോട്ടന്റെ കോട്ടയായിരുന്നു. ഏത്? ഇത് അല്ലേ? ഇവിടെ എന്തിന് വെറുതെ പറയാലോ, തള്ളുമ്പോ അങ്ങനെ തള്ളണമല്ലോ. തള്ളി എങ്ങോട്ടാ പോണ്? ഒരൊറ്റ തള്ളല. പണ്ട് നിബോട്ടന്റെ കോട്ടയായിരുന്നു. അവിടെ ഒരു കോട്ട കെട്ടി വെച്ചിട്ടുണ്ട്. വയസ്സായപ്പോ ഇപ്പൊ എല്ലാം പോയി. പണ്ടെടുത്ത മെയിൻ ഡോൺ ആയിരുന്നു നമ്മുടെ നിബോട്ടൻ. കൊറേയായി ഇവിടെ ധോണി വന്നിട്ട്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കൂടെ വന്നല്ലേ നമ്മള്? എത്ര കൊല്ലം? 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഇവിടെ. 2 പ്രാവശ്യം ട്രക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. മാമ, ഞാൻ വേറൊരു കാര്യം പറയാ. എനിക്ക് ഇത്തിരി വേർപ്പിന്റെ അസുഖമുള്ളതാണ്. നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഞങ്ങള് പിന്നെ വേർക്കാറേ ഇല്ല. ഞങ്ങള് അങ്ങനെ ജനിച്ചപ്പോ തൊട്ട് വേർക്കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഏതാണ്? അല്ല, ഞങ്ങള് ജനിച്ചപ്പോ തൊട്ട് വേർക്കാറില്ലാത്തതുകൊണ്ടേ നമുക്ക് അതിന്റെ ഒരു പ്രശ്നമില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. പൊതുവെ ട്രിപ്പുകൾക്ക് പോവും, പക്ഷെ ഒരു വൈബുള്ള ആൾക്കാരൂടെ പോണം. അപ്പൊ ഞങ്ങളൊന്നും വൈബില്ലാത്ത ആൾക്കാർ. വൈബ് നിബോട്ടൻ എന്തായാലും വൈബില്ലാന്ന് അറിയാം. നമ്മുടെ മാമൻ ഉള്ളതുകൊണ്ട്, മാമൻ നമ്മുടെ വൈബ് ആയതുകൊണ്ട് ഞാൻ മാമന് വേണ്ടി വന്നാണ്. മലയൊക്കെ എങ്ങനെ? നന്നായിട്ടില്ലേ? സൂപ്പർ. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. നമ്മളെ കയറ്റി വിടുക എന്നുള്ളതാണ് ഇപ്പൊ അറിയാത്തത്. ഗൈസ്, ഒരു കാര്യം പറയാ, ഇന്ന് ഞാനാണ് വ്ളോഗർ. നിബോട്ടിനെ സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോ എന്തായാലും എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്നതല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകണ്ടേ. അപ്പൊ ഇത് കൂർക്കയാണ് തോന്നുന്നു അല്ലേ? കൂർക്കല്ലേ? കൂർക്ക കൃഷിയാണ് അവിടെ. നമ്മുടെ എറണാകുളത്തേക്കൊക്കെ മെയിനായിട്ട് ഇവിടെ നിന്നാണ് പോണത്. എറണാകുളത്ത് കൂർക്കയ്ക്ക് മെയിനായിട്ട് പോണത് പാലക്കാട് നിന്നാണ് എന്നാണ് അവിടെ ഏട്ടൻ പറയാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് തള്ളി വെക്കാൻ പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം സത്യാന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. എന്താ പറയാ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാലക്കാട്. നമ്മള് ടൗണിൽ നിന്നൊക്കെ വിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. ശരി, നമുക്ക് പോവാം. അത് എന്തൊക്കെയോ നമ്മളെ ചിലപ്പോൾ തെറി പറയണ്ടാവും. പോയി നോക്കാം.
അപ്പൊ സമയം 11 മണി. രാവിലെ 2 ബാച്ചായിട്ടാണ് വിടുന്നത്. രാവിലെ 10:30-ക്കും ഉച്ചയ്ക്ക് 1:30-ക്കുമാണ് വിടുക. ഫസ്റ്റ് ബാച്ച് പോയി. ഫസ്റ്റ് ബാച്ച് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് ഇനി 1:30-ക്കാണ് ഉള്ളത്. അപ്പൊ 1:30-ന്റെ ബാച്ചിൽ നമുക്ക് പോവാം അല്ലെ. ഒരു അരമണിക്കൂർ വൈകി ചില സാങ്കേതിക കാരണങ്ങളാൽ അല്ലേ. അതെ. ഇനി അതുവരെ 1:30 വരെ ഇവിടെ 3 മണിക്കൂർ 1:30 വരെ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക്. 12 ഞങ്ങളൊരു 10 മിനിറ്റ് ആലോചിക്കട്ടെ. 10 മിനിറ്റ് വരെ വീഡിയോ പിടിച്ചിരിക്കണ്ട. ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കാം. പ്ലാൻ ബി വേറെ എവിടെ പോവുകയാണെങ്കിൽ പോവാം. തിങ്കളാഴ്ച എന്തുകൊണ്ട് അവധി എന്ന് അറിയോ? എന്തുകൊണ്ട് അവധി എന്ന് വെച്ചാ ചൊവ്വാഴ്ച മുടിവെട്ടുകാരുടെ അവധിയാണ്. നിങ്ങൾ എന്ത് വെറുപ്പിക്കല, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബബേട്ടനും ഇവിടെ. ബബേട്ട അല്ലേ ബബേട്ട? അതിന്റെ കാരണം എന്തെങ്കിലും അറിയോ? ഇല്ലല്ലോ. അപ്പൊ ഇത് അതുപോലെ തന്നെ ഇതും കാരണം. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ അന്ന് ഞങ്ങൾ വരുമ്പോഴൊക്കെ നല്ല പുതിയ ബോർഡായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷെ ഡയലോഗ് ഉണ്ടാ ഇതിന്റെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് ആണ് ഇവര്. ആര്? പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് ആണ് രണ്ടുപേരും. ഇതൊക്കെ എങ്ങനെയാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത്? നിനക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അറിയില്ല. ഫോറസ്റ്റിനെ കുറിച്ചുള്ള വിശദീകരണം കണ്ട ഓരോ വാക്കിനെല്ലാം കുറിച്ച്. ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ, ഓക്സിജൻ ഫോർ ലൈഫ്, റീക്രിയേഷൻ ഫോർ ബില്യൺസ്, എനർജി ഫോർ സർവൈവൽ ആൻഡ് ഡെവലപ്മെന്റ്, സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ടിംബർ ട്രഷറി ഓഫ് ദ നേഷൻ. ഫോറസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇതുവരെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇന്നാണ് കണ്ടത്. നല്ല വാക്കുകളാണ്. ഒരുപാട് ക്വാർട്ടേഴ്സുകൾ പണി നടന്നിട്ടുണ്ട്. ഇവിടെയും പുതിയ പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന പരിശീലന കേന്ദ്രത്തിൽ കണ്ടിട്ടുള്ള പോലെയുള്ള PT-70 ഒക്കെ പിടിച്ച് ഇതിൽ ഇട്ടതാണോ എന്നറിയില്ല, ഇട്ടതാവാം. നല്ലൊരു ക്ലൈമറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കയറി പോണ സമയത്ത് മഴ വരുമോ എന്നുള്ളത് അറിയില്ല. കൂടെ ഡാഡും ഉള്ളത് കാരണം മഴ വരാനും മതി. ഇല്ല, മഴ നനഞ്ഞാലും നമ്മൾ നടക്കും. എന്തായാലും വന്നു, കുളിച്ച് കയറാൻ നമ്മള്. തോർത്ത് മാത്രം ഒന്ന് ഇവിടുന്ന് കട കിട്ടുകയാണെങ്കിൽ തോർത്തെടുക്കണം. അപ്പൊ പിന്നെ തല മാത്രം തോർത്ത കാര്യങ്ങൾ എന്തായാലും ഒന്ന് സെറ്റാക്കിയിട്ടേ പോകുള്ളൂ തിരിച്ച്. സാമ്പാറുണ്ട്, മീൻചാറുണ്ട്, മോരുണ്ട്. ഇവിടെ മീൻചാറുണ്ട്. ഒരാൾക്ക് മാത്രം നമ്മള് 1:30 വരെ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത്. അപ്പൊ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ധോണി വാട്ടർഫാൾസിന്റെ തൊട്ടടുത്തൊരു ഹോട്ടലിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 12:15 സമയം. ഇപ്പൊ തയ്യാറാക്കിയ ചോറും മീൻകറിയും നല്ല ചൂടായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും 4 ഇലയും എടുത്ത് കാണിച്ചു. പാവയ്ക്ക കുറച്ച് അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? മീൻ എടുത്തോളാം. മീന് മത്തി മയില് മത്തിയുണ്ട്, അയലുണ്ട്. ഓക്കെ. ഞങ്ങള് ഇവിടെ പൊന്നമ്പ. ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്,
പയറുകറി ഉണ്ട്, പാവയ്ക്കുണ്ട്, തോരൻ പിന്നെ പപ്പടം, പാവയ്ക്കത്തോരൻ. നമ്മള് ഇനിയിപ്പോ മത്തി കഴിയുന്നുണ്ട്. മത്തി അല്ലെങ്കിൽ അയില രണ്ടും നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫുഡിലേക്ക് പോവാം. സമയമാകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം. ക്യൂ നിൽക്കാതിരുന്ന 12:30 സമയം, 1 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അല്ലാതിരുന്നാൽ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് അതന്നെ കഴിക്കും. ഒരുപാട് നേരം സംസാരിച്ചിട്ടിരുന്ന ചിലപ്പോൾ 1 മണിക്കൂറാവും. അത്ര നേരം സംസാരിക്കാൻ വയ്യ. ഫുഡ് കാണുമ്പോൾ നമുക്കത് സംസാരിക്കാൻ തോന്നില്ല. വേറെ കാര്യം ഇപ്പൊ ചില ചേട്ടൻ മത്തിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. മത്തിയല്ലേ ഇത്? അപ്പൊ ഇതാണ് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനേ തോന്നുള്ളൂ, വീഡിയോ എടുക്കാൻ തോന്നില്ല. മെയിൻ ബ്ലോഗറെ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ മനസ്സിലായി കോൺസെൻട്രേഷൻ ഫുഡിലാണ്. ധോണിയിൽ വരുന്നവര് ഈ സമയം നോക്കി വെച്ചോളൂ. രാവിലെ 10:30 ഫസ്റ്റ് ബാച്ച്, രണ്ടാമത്തെ ബാച്ച് 1:30. ഒരാൾക്ക് ചാർജ് വരുന്നത് 120 രൂപയാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാം. എന്ത് ചെയ്യാന്നുള്ളതാണ് ചിന്ത. ഉറക്കം വന്നു തുടങ്ങി. ഇത് നല്ലോണം കഴിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു തുടങ്ങി. ഇനി നമ്മളൊരു അരമണിക്കൂർ വിളിക്കണം. അരമണിക്കൂർ എന്ത് ചെയ്യുന്ന അറിയില്ല. ചെറിയ ധ്യാനം, ചെറിയൊരു മയക്കമായാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അതന്നെ, ആരെങ്കിലും ചോദിച്ചാലേ ധ്യാനമാണെന്ന് പറഞ്ഞാൽ മതി. ധ്യാനം ഉറങ്ങണമെന്ന് പറയണ്ട, ധ്യാനം ധ്യാനത്തിലായിരുന്നു. എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ധ്യാനം, അതിലേക്ക് കറക്കാണ്. 4 കിലോമീറ്റർ ഇറങ്ങാനുണ്ട്, കയറാനുണ്ടോന്ന് അറിയില്ല. ഇറങ്ങാൻ 4 കിലോമീറ്റർ ഉണ്ട്. അതെ, കയറാൻ 4 കിലോമീറ്റർ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇറങ്ങുമ്പോ 4 കിലോമീറ്റർ ആണ്. അതെനിക്ക് നല്ലോണം അറിയാം. 2 hours later. എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനുള്ള എനർജി ഓൾറെഡി ഉണ്ട്. ഇപ്പൊ കയറാനുള്ള എനർജി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. കൃത്യം 1 മണിക്ക് തന്നെ ടിക്കറ്റ് കൊടുക്കാൻ ഓപ്പൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1:30 ആകുമ്പോഴാണ് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അതേ, അത്യാവശ്യം വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ വന്നു, തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയോ മാമ? ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് 180 രൂപയാണ്. 120 480 രൂപയാണ് 4 പേര്. നിർത്തിയ നമ്മൾക്ക് കാർഡ് ഓൺലൈൻ പേയ്മെന്റ് ആണ്, ക്യാഷ് സ്വീകരിക്കുന്നതല്ല. ഓൺലൈനാണ് ഫുള്ള്. ഓൺലൈനാണ് പേയ്മെന്റ്, ക്യാഷ് ആയിട്ട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ കൊടുത്തു. അവര് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് വേണം നമ്മൾ ഈ 4 കിലോമീറ്റർ നടക്കാനും. എന്തൊക്കെയാ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കണേ? അതായത് അവര് കൂട്ടം കൂടി തന്നെ പോകണം, ഇടയിൽ തനിച്ച് കാട്ടിന്റെ ഉള്ളിൽ കയറാൻ പാടില്ല, ഗാർഡുകൾ കൂടെ ഉണ്ടാകും. അവര് പറയണ എല്ലാ കാര്യങ്ങളും അനുസരിക്കണം. എന്താ പറയുന്ന ചിട്ടയായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പറയാൻ, അതനുസരിച്ച്. നമ്മള് 11 മണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്. 10:30 ആദ്യത്തെ ബാച്ച് 40 പേരോളം പോയിട്ടുണ്ടായിരുന്നു. നമ്മള് രണ്ടാമത്തെ ബാച്ചാണ്. നമ്മള് കരുതി ആരും ഉണ്ടാകില്ലാന്ന്. ഇപ്പൊ തന്നെ ജനങ്ങളുടെ നല്ല തിരക്ക് വന്നു കഴിഞ്ഞു. 1:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിക്കറ്റ് നമ്മൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. 1:30 പരിപാടി ഇവിടെ നടക്കാൻ തുടങ്ങുന്നതായിരിക്കും. ആവശ്യത്തിന് നല്ലത് ഒരു 50 പേര് കൂടി ഉണ്ടാവും. നടക്കാം.
ഇനിയിപ്പോ വലിയ പേടിയില്ല അല്ലേ? ഇത്ര ആൾക്കാരുണ്ടല്ലോ അവരുടെ സപ്പോർട്ടില് അവരുടെ സപ്പോർട്ടില്. ഇവരൊക്കെ നമ്മളെ എന്തെങ്കിലും സപ്പോർട്ട് മലയാളികളാണല്ലോ. ഇവിടെ കൂടുതൽ സംഭവം പറയുന്നത് എന്താണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണല്ലോ. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോ അറിയില്ല, ഇവിടെ ആന അതൊക്കെ എന്തൊക്കെയോ പറയണ്ട് ഇതില്. എനിക്കറിയില്ല. എന്നെ വിട്ടിറങ്ങുന്ന ഞാനേ അവിടെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഞാനവിടെ കമ്പ്യൂട്ടറും കുത്തിയിരുന്ന ആളാണ്. എന്നെ വിളിച്ചിട്ട് വന്നതാണ് ഇവിടെ. ആനയെ തൊട്ടുണ്ടൊക്കെ പറയണു. ആനയും പുലിന്റെ എന്തൊക്കെയോ അറിയിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ പിടിച്ച് ആനനെ ട്രെയിൻ ചെയ്ത് ഇതാണ്. ആന പിടിച്ചിട്ട് പോയ കുഴപ്പമില്ല. വേറെ ആനയൊന്നുമില്ല. 4 കിലോമീറ്റർ 4 കിലോമീറ്റർ ഇറങ്ങാനുണ്ട്. കേറാൻ 3 കിലോമീറ്ററും ഇറങ്ങാൻ 4 കിലോമീറ്റർ. കേറാൻ 3 കിലോമീറ്ററും ഇറങ്ങാൻ 4 കിലോമീറ്റർ. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്ര അത്ഭുതമായ ഒരു സ്ഥലമാണ്. കാരണം കേറാൻ 3 കിലോമീറ്റർ. അപ്പോ സമയം 1:30 ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 1:34 സമയം. നമ്മളിപ്പോൾ ഇവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 4 കിലോമീറ്റർ ആണ് നമുക്ക് ട്രക്ക് ചെയ്യേണ്ടത്. പ്രതിമാമനും ഡാഡും ഒക്കെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത് ഫുൾ എനർജിയാണ്. രോഹിത്തെ ഓണാണോ? പ്രതിമാമനോ? ഓണാണ്. ഓൾവേസ് ഓണല്ലേ? സെറ്റാണ് നമ്മള്. ഈ ഒരു എനർജി ഉണ്ടായാൽ മതി. ഇനി നമ്മളത് ഇപ്പൊ കേറാൻ പോകുന്നതാണ്. ആ മലയാണ് കേറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ കൃത്യം 1:30 തന്നെ അവര് ടോക്കൺ വാങ്ങിയിട്ട് കയറ്റി വിടുകയാണ്. 1 മണിക്ക് ടിക്കറ്റ് തന്നു. 1:30 ആകുമ്പോ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരുടെ കൂടെ ഒരുമിച്ച് തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം പോവാൻ. കാരണം ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പൊ വന്യമൃഗങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ പരമാവധി സേഫ്റ്റി ആയിട്ട് കൂട്ടം ചേർന്ന് പോവുക. അവരുടെ ഓഫീസർമാരുടെ പിന്നിലാണ് നമ്മൾ പോണത്. എങ്കിലും അല്ല, കാട് വിട്ട് ഒരു വന്യമൃഗം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ സേഫ്റ്റി ഫുൾ സെക്യൂരിറ്റി ഏറ്റെടുക്കുന്നത് DJR ആണ്. അപ്പൊ അതാണ് അവസ്ഥകൾ ഇപ്പൊ. ആനയിലത് മാമ ആന. ഓ ഇതൊക്കെ ഇങ്ങോട്ട് പോ. ഇവിടെ വന്ന കൃത്യമായിട്ട് കാണാം. സുംജി നമ്മളെ നോക്കി നിൽക്കേണ്ടത് സെറ്റപ്പാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മളെ വാച്ച് ചെയ്യേണ്ട ശ്രദ്ധ മറ്റേ ചെവി അനക്കാണ്ട് പിടിച്ചിരിക്കുന്ന കണ്ട ഇങ്ങോട്ടി മുമ്പിൽ ആനത് ദേ നിൽക്കണ ആന. എങ്ങനെയാണ് സ്മെല്ല് പിടിക്കുക ആന? മണി അടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട. സ്മെല്ല് പിടിക്കുന്നുണ്ടോ? ഈ ആനയ്ക്ക് കാഴ്ച വളരെ കുറവെന്നാ പറയുന്നത്. കാഴ്ച കുറവാണ്. അതുപോലെ അല്ലാണ്ട് ആനക്ക് സ്ട്രൈറ്റ് വിഷൻ ഇല്ല. 2 സൈഡാണ് വിഷൻ വരുന്നത്. അതുകൊണ്ടാണ് ആന എപ്പോഴും ചെരിഞ്ഞു നിൽക്കുന്നത്. ഇത് മണം പിടിക്കണം. നമ്മുടെ മണം പിന്നെ എയറിൽ പോയാൽ നമ്മുടെ സ്മെല്ല് കിട്ടും. നമുക്ക് അതാ പെർഫ്യൂം അടിച്ചിട്ട് വന്നാൽ പെട്ടെന്ന് കിട്ടും. അറിയില്ല നമുക്ക് എത്ര ദൂരത്തെ എടുക്കുന്നത്. പെർഫ്യൂം പെർഫ്യൂം മാപ്പ് ആയ നോക്കാം. മാപ്പ് ഫോട്ടോ നമ്മളെ സ്മെല്ല് പിടിക്കണത്. സ്മെല്ല് പിടിക്കാൻ കാറ്റിലൂടെ അതിനെ കിട്ടും. നമ്മളിപ്പോ കണ്ടില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ കാട്ടാനയല്ല, ഇപ്പൊ നാട്ടാനയാണ്. അത് ഒരു കാലത്ത് ധോണി ഫോറസ്റ്റ് ഇവിടുത്തെ ആൾക്കാരിനെ എല്ലാവരെയും വിറപ്പിച്ച നമ്മുടെ PT-7 ആണത്. PT-7 ആണോ അത്? PT-7 തന്നെയാണ്. CR7 അങ്ങനെയൊക്കെ പറയുന്ന പോലെയാണോ? അങ്ങനെ ഒരു പേര് അതിന് വെച്ചു. അത് ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രശ്നമൊക്കെ ഉണ്ടാക്കും എപ്പോഴും. അപ്പൊ അതിനെ നമ്മൾ അപ്പോഴേ കാണിച്ചില്ലേ കൂട്, ആ കൂടിലിട്ടിട്ടാണ് അതിന് മെരുക്കിയെടുത്ത് ഒരു 4 മാസത്തോളം അതിനെ
കൂട്ടിലിട്ട് 4 ഭാഗത്ത് ഇരിക്കുകയെടുത്തത്. ഇടുന്നത്. കൂടുണ്ടോ? ആ കൂടെല്ലാം ആന കൊട്ടില്ലെന്നാ പറയാ. ആനത്തൊട്ടിലല്ലേ, കൊട്ടിൽ അത് മെരുക്കാനുള്ള ആന മെരുക്കാൻ വേണ്ടിട്ട്. അല്ല ഇനി ഇവിടെ വലിയ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ എല്ലാ മൃഗവും ഉണ്ട്. എല്ലാ മൃഗമുണ്ട്. പുലിയുണ്ടോ? ഉണ്ട്, കരിമ്പുലി വരെ ഉണ്ട് ഇവിടെ. കരിമ്പുലി ഉണ്ട്. അപ്പൊ എന്നെ ഇപ്പൊ പെട്ടെന്ന് ഒരു പുലി പിടിച്ചിട്ട് പോയി നോക്കിയാ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ നോക്കും, ഇങ്ങനെ നോക്കും, ഏത് വഴിയെ പോയി നോക്കി ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് വഴിയായിട്ട് ഓടും. ഇതാണ് ഒരു ഏട്ടനും അനിയനും തമ്മിലുള്ള ഒരു ബന്ധം. പിന്നെന്ത് പുലി പിടിച്ചു പോയി നോക്കി നിൽക്കുന്നു പറഞ്ഞു. പിന്നെന്ത് ചെയ്യും? പോയി പുലിന്റെ അടുത്ത് പറയാൻ പറ്റും, ഇതെന്റെ അനിയനാണ്, ഇതെന്റെ അനിയനാണ്. അയ്യോ കയറ്റുമയും വരുമാന അയ്യോ കഴിച്ചു ഇനിയിപ്പോ ഈ കോട്ട തൂരാൻ സമയായി. ഞാനിപ്പോ വലിയ DJ മറ്റേ മറിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ വേർപ്പിന് അയ്യോ വയ്യാണ്ടായി. രജനി പോലെ നടന്നുകൊണ്ടിരിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. സ്ഥലത്തിന് കുറച്ച് കഴിഞ്ഞ് ഇത് ഊരും, പറയാൻ പറ്റില്ല. അപ്പൊ വീഡിയോ എടുത്തെടുത്ത് പ്ലീസ്. A few moments later. എന്താ DJ റിവ്യൂ? സൂപ്പർ. ബാക്കി കേറിയിട്ട് പറയാം. DJ എന്തോ പറ്റേ? എന്ത് മുട്ടിക്കുളങ്ങരയാ? മുട്ടിക്കുളങ്ങര എണ്ണ വേണം. ഇവരൊക്കെ ഏത് ജന്മമാണെന്ന് അറിയില്ല. ഇവരെപ്പോഴും കാട്ടിലാണ്. ഇവര് കുരങ്ങന്മാരുടെ കൂടെ ഒക്കെ ഇരിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ജീവിതമാണ് അവര്. നമ്മളതുപോലെ അല്ലല്ലോ. താങ്കൾ എന്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വന്ന് ഒരു ട്രക്കൊക്കെ ചെയ്യണം, ഇല്ലാണ്ട് ഇതുപോലെ വെറുതെ ഏഷ്യനുള്ളിൽ തന്നെ 24 മണിക്കൂർ ഇരുന്ന് നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ് അത്. അങ്ങനെ പരമാവധി ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ ശരീരത്തിലൊക്കെ കണ്ട എല്ലാം ഇറങ്ങിപ്പോണ കണ്ട, നടക്കാൻ പറ്റാണ്ടാവണ. ഇവരങ്ങനെയൊക്കെ പറയും, ശരീരത്തിലെല്ലാം ഇറങ്ങിപ്പോണെന്നൊക്കെ പറയും. ശരീരം ഇറങ്ങിപ്പോണ്. നിങ്ങളെ ചെറുപ്പക്കാരനല്ലേ? അതെ അതെ, കണ്ടില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ചെറുപ്പക്കാരന്റെ. ഇല്ലല്ല നമ്മള് ഒരു കൊല്ലം മുമ്പൊന്നും കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ഈ ഒരു അടുത്താണ് ഇത്രയും പ്രശ്നമുള്ളൂ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കുഴപ്പമില്ല, നമുക്ക് നടക്കവാ. സിമ്പിളാണ് നമുക്ക്. കേറിയ എനർജി കണ്ടോട്ടോ, കേറിയ എനർജി. അപ്പൊ നമ്മള് ചെക്ക് പോസ്റ്റില് എനർജി കയറ്റാനിരിക്കാണ്. കേറിയ എനർജി ഒന്നും കാണാനില്ല. എവിടെ പോയടാ അതൊക്കെ? എവിടെയും പോയില്ല. ചൊവ്വ മേലേക്ക് ഗ്യാസ് വന്നത് കഴിച്ച മീൻകറി. മീൻകറി വീട്ട് നല്ല ലക്കാണ്. എന്നിട്ട് ആളുടെ അടുത്ത് ചേട്ടാ മീൻകറി സൂപ്പർ ആയിട്ടാന്ന് 2 പ്രാവശ്യം ഫുഡും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഈ നടത്താൻ. അപ്പോ നമ്മള് ഇനി ഒരു 750 മീറ്ററും കൂടി ഉള്ളു മാമ. അതെ, നടന്ന് കേറി 750 മീറ്റർ ഉണ്ട്. ഇനി ഇപ്പൊ നമ്മള് 1:30ക്കാണ് തുടങ്ങിയത്. ഇപ്പൊ 2:30 1 മണിക്കൂറോളം നടന്ന്. 1 മണിക്കൂറോളം നടന്നിട്ടുണ്ട്. കാട് നടന്നു 3.5 കിലോമീറ്റർ എത്തി. ഇനിയിപ്പോ ഒരു 500 മീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. അവിടെ നമ്മള് മഴക്കാറുണ്ട് കേട്ടോ. ക്ലൈമറ്റ് നല്ല സപ്പോർട്ടാണ് അല്ലേ? വെയിലൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല സപ്പോർട്ടാണ്. വേറൊരു തമാശ എന്താണെന്നറിയോ? നമ്മള് ധോണി വാട്ടർഫാൾസിൽ പോയി കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സും തോർത്തും എല്ലാം എടുത്തിട്ട് വന്നു. ഫുൾ കോസ്റ്റ്യൂം എല്ലാം ബാഗിലാക്കിട്ട് കൊണ്ടുവന്നിട്ടാ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? വണ്ടിയിൽ തന്നെ വെച്ച്. സാർ இதுக்கு பருத்தி மூட்டை பேசாம குடோன்ல இருக்கலாமே. കേറി വന്നപ്പോഴാണ് അയ്യോ ബാഗ് എടുക്കാൻ മറന്നുപോയി ഓർമ്മ. നമുക്കെപ്പോഴും ഒന്നും തന്നെ അല്ലേ, ഒരു കാര്യം മര്യാദയ്ക്ക് നടക്കില്ല. എന്തായാലും കുഴപ്പമില്ല, നോക്കാം. ഫുൾ ഓൺ ഫുൾ പവർ.
ഏതാണ്? ഇതാണോ ചൂരല്? ഇത് മേലത്തെ തൊലി കളഞ്ഞ തൊലി വലിച്ചു കയറുകയും ഓ, ഇതാണ് ചൂരല് കേട്ടോ. നമ്മള് ചെയറും അങ്ങനെയല്ല, പണ്ട് ടീച്ചർ തല്ലാൻ ഉപയോഗിച്ച ചൂരൽവടി. ഈ മഴ വന്നല്ലോ, മഴ വന്നു. ഒരു കൊടയേ ഉള്ളൂ. അങ്ങനെ നമ്മള് നടന്ന് 4 കിലോമീറ്റർ നടന്ന് ഫാൾസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ വെയിലടിക്കുന്നുണ്ട് കേട്ടാ. ചെറിയ വെയിലുണ്ട്, ചെറിയൊരു മഴത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വെയിലടിക്കുന്നുണ്ട്. എങ്കിലും 2 ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള നല്ല സപ്പോർട്ട് ചെയ്യണ വെയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്പുറത്ത് ചായക്കട എന്തോ ഉണ്ട് തോന്നുന്നു കേട്ടോ. ആണോ? ക്യാൻറ്റീൻ. അതെ, ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകണു. ധോണി വാട്ടർഫാൾസ്. അപ്പൊ നമ്മള് എത്തി വാട്ടർഫാൾസിലെത്തി. ഇതാണ് ആ കണ്ട വാട്ടർഫാൾസ്. നല്ല മഴക്കാലത്ത് കൂടുതൽ വെള്ളം കുത്തിയൊലിച്ച് വരും. അപ്പൊ വെള്ളം നിറമായിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പൊ വെള്ളം കുറവാണ്. നമ്മുടെ കൂടെ വന്നവരാണ് ആ മേലെ നിൽക്കുന്ന വിനോദസഞ്ചാരികൾ. കയ്യും മുഖം അവിടെ പോയി കഴുകാല്ലേ. നമ്മളിപ്പോ കണ്ട ആ വാട്ടർഫാൾസിന്റെ മേൽവശമാണത്. ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും. നമുക്ക് വെള്ളത്തിലൊന്ന് ഇറങ്ങിയിട്ട് ചില്ല് ചെയ്തിട്ട് വരാം, അല്ലേ മാമ? എന്റെ അമ്മോ, ഐസ് പോലെയുണ്ട് വെള്ളം. വരുവനെ മേലെ എത്തിയപ്പോ ഫുള്ള് എനർജി ആയി. ഫുൾ എനർജി ഇപ്പൊ സെറ്റപ്പായി. ആ ക്ഷീണം, ചെറിയൊരു തളർച്ച ഉണ്ടായി, എല്ലാം മാറി. മേലെ ഓക്സിജൻ കൂടുതലല്ലേ? കൂടുതൽ ഉയരം കൂടുന്നൊരു ഓക്സിജൻ കൂടുതലായി. ഓക്സിജൻ ലെവലും കൂടി, എനർജിയും കൂടി. വൈബാണ് മാമ. മാമ എന്തെന്നറിയോ, ബാക്കി എല്ലാവരും ഇങ്ങനെ കപ്പിൾസ് ഫാമിലിയോടൊക്കെ വരുമ്പോ നമ്മൾ ഈ വയസ്സായതൂടെ എന്ത് ചെയ്യും? நம்ம வாழ்க்கை எதை நோக்கி பயணமா போய்கிட்டு இருக்குன்னே தெரியலையே. എങ്ങനെ ഇരിക്കുന്നു? വരുമാന്റെ ഒരു ഫീലിംഗ് ആണ്. അത് എല്ലാരും പരിഹരിക്കാൻ ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ദൈവത്തോർക്ക് നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്. എന്തോ ഒന്ന് വലുത് നിങ്ങൾക്ക് എന്തോ വലുത് വരാണ്ടെന്ന് കരുതി. അല്ല, അതിലും വലുത് വേറൊന്നുമില്ല. ഇവിടെ വന്ന് ഈ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫീലിംഗ് എന്താണ്? ഫസ്റ്റ് കാര്യം 4 കിലോമീറ്റർ ആണോ നടന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കൂടുതൽ നടന്നതാണ് എനിക്ക് തോന്നുന്നത്. 3 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും, തിരിച്ചിറങ്ങുമ്പോ 4 കിലോമീറ്റർ. അതാണ് മാമൻ അപ്പോഴേ പറഞ്ഞ പോലെ 3 കിലോമീറ്റർ നമ്മൾ മേലെ നടന്നു, ഇനി താഴെ ഇറങ്ങുമ്പോൾ 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്ത് കണക്കാണെന്ന് എനിക്ക് അറിയില്ല, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ശാസ്ത്രം എങ്ങനെയൊക്കെ വളരുന്നു. ഇപ്പൊ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ അങ്ങനെ നമ്മളും കറങ്ങുമല്ലോ. അപ്പൊ ആ കറങ്ങണതിന്റെ സ്പീഡ് എടുത്തിട്ടാണോ ഇനി മാമൻ 1 കിലോമീറ്റർ കൂടുതൽ പറഞ്ഞത് എനിക്ക് അറിയില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കാലൊന്ന് കാണിക്കും, തൊഴുതാനാണ്. ഇല്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയണം. പക്ഷെ ഓക്കെ, ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം എന്താണ് പറഞ്ഞ എനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ വന്നിരിക്കുമ്പോ ഫീലിംഗ് സൂപ്പറായിട്ട്. കാരണം ഇച്ചിരി തളർന്നിട്ടായിരുന്നു വന്നു. കാരണം എന്താ പറയാ, വെറുതെ വീട്ടിലിരുന്നവനെ പിടിച്ച് ഇവിടെ മല കയറ്റി ഇവിടം വരെ വന്ന് നമ്മൾ എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇവിടെ പീസ്ഫുൾ ആയിരിക്കുക. അതെ, പീസ്ഫുൾ ആയിരിക്കുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം മറക്കുക. കുറച്ചു നേരത്തേക്ക് മറന്നിട്ട് ഇതുപോലെ നല്ല ഓക്സിജൻ ഫ്രീ ആയിരിക്കുക. അതായത് നമ്മുടെ ഈ എന്താ പറയാ, ഫിഷ് മസാജ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആണ്. സ്പാ എന്ന് പറയുന്നത് അതൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും.
ഇതുമായി ഇരുന്ന് കുറച്ച് നേരം കാലൊക്കെ നനച്ച് കാലിൽ മീൻ കടിക്കണ്ടല്ലോ. മീൻ കടിക്കണം. അല്ല എന്തെങ്കിലും ഒന്ന് നമ്മുടെ അടുത്തേക്ക് വരണ്ടല്ലേ. മീനോ അല്ലെങ്കിൽ മാനോ എന്തെങ്കിലും ഒന്ന് വരണം. എന്താ ഒന്നും വന്നിട്ടില്ല. വരും. മീൻ ശരിക്കും കടിക്കുന്നുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളെ എത്തിയിട്ട് ഇനിയിപ്പോ നമ്മള് ഇറങ്ങാം. മഴക്കാർത്താ തുളിക്കാൻ തുടങ്ങി കേട്ടാ. ഇനിയിപ്പോ 1 മണിക്കൂർ നടക്കണ്ട അവിടെ എത്താൻ. റെഡി. ബാഗൊക്കെ എടുക്കാം. നമ്മുടെ ബാഗ് നമ്മുടെ കൊടയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ടേ നമ്മള് 750 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷീണവും ഇല്ല. വളരെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഉണ്ടാവില്ല. ഈ ഊട് വഴി കൂടി പോയി പറഞ്ഞാൽ അതിനേക്കാളും പെട്ടെന്ന് എത്താം. ഷോർട്ട് കട്ടാണ്. ശ്രദ്ധിച്ചിട്ട് വരിക. എല്ലാ ഭാഗത്തും ഷോർട്ട് കട്ടില്ല. 750 മീറ്ററിന്റെ താഴെന്ന് റൈറ്റിലേക്ക് ഇറങ്ങിയ പെട്ടെന്ന് താഴേക്ക് എത്തും. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എന്നിട്ടാണ് ഇപ്പൊ 2 ബാച്ചിലായിട്ട് 100 പേരോളം. നാളെ പറഞ്ഞാൽ പൊതുവെ എല്ലാ ഫാമിലിയും ഒരു ടൂർ അടിക്കേണ്ട മൂഡിലായിരിക്കും ഉള്ളത്. അവരുടെ ഫോറസ്റ്റുകാരുടെ ജീപ്പ് വരും. വെറുതെ അവർ മേലെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി. ചെന്നായ്ക്കള് കൂടുതലുള്ള ഏരിയ ആണ്. നമ്മളത് വട്ടത്തിരിക്കും. പോലീസ് കൂടെ നമ്മളെ പാത്താ സല്യൂട്ട്. റോന്ത് ചുറ്റാൻ പോവുകയാണ്. ഇവിടെ പോയി അവര് അവിടെ നിന്നുള്ള ഗൈഡിനെയും വിളിച്ചിട്ട് ലാസ്റ്റ് എല്ലാരും കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് വരുത്തിച്ചിട്ട് അവര് പിന്നിലോട്ട് വരും. ഈ ബാച്ചിൽ വന്ന മറ്റുള്ളവരിനെ ആരെയും കാണുന്നില്ല കേട്ടാ. കാരണം നമ്മള് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. അതാണ് എനിക്കൊരു ഡൗട്ട്. അല്ല, ഒരു ടീം കുറച്ച് പേര് ഇടവഴി കൂടി കുറുക്ക് വഴി കൂടി ഇറങ്ങി വന്നു. എങ്കിൽ പോലും ബാക്കിയുള്ള 57 പേരിൽ ഒരു 6 പേരാണ് പാസ് ചെയ്തത്. ബാക്കിയുള്ളവര് പതുക്കെ വരാണ്ട് ഇരിക്കായിരിക്കും. പക്ഷെ ക്ലൈമറ്റ് വൈകുന്നേരമാണ്. മഴ പെയ്താ ബുദ്ധിമുട്ടാകും. ആകെ ഒരു കൊടയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇറങ്ങുന്നതാണ് ബുദ്ധി. സ്പോട്ടിൽ പോണം. ഇനി ഏതാ സ്പോട്ട്? ഫുഡ് കഴിക്കാൻ പോകും. നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. നല്ല കാര്യം. അത് നല്ലൊരു കാര്യമാണ്. മികച്ചൊരു തീരുമാനം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ആനന്ദമുണ്ട്. കാരണം കാശ് നീ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആനന്ദമായി. കാശ് ഞാൻ കൊടുത്തോളാം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളത് വൈബ് ദോഷായി. നമ്മള് തിരിച്ച് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ 1:30 കയറിയല്ലേ? നമ്മൾ 1:30 കയറി. 1:30 കയറി. ഇപ്പൊ സമയം 4:30 തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങിയ ഇവിടെ വന്നിട്ട് നമ്മുടെ ആദ്യം തരുന്ന സ്ലിപ്പിൽ ഒപ്പിട്ട് കൊടുക്കണം. റിപ്പോർട്ട് ചെയ്യണം അല്ലേ? റിപ്പോർട്ട് ചെയ്യണം. ഓരോ ആൾക്കാർ വന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർ ഇതാവും. ഇനിയിപ്പോ എന്തായാലും വയ്യ. ചായ കുടിക്കുക. അതിനുശേഷം നല്ലൊരു ഫുഡ് കഴിക്കുക അല്ലെ? അത് മെയിൻ പോയിന്റ്. അടുത്തത് ആദ്യം ചായ കുടിക്കണം. ചായ ഇല്ലെങ്കിൽ നമുക്കൊരു എനർജി ഇല്ല. അടുത്തില്ല. ഓക്കെ, പോവാ. വണ്ടി തിരിച്ചിറക്കി വന്നിട്ട് കയറാം. പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് എത്തിയിട്ടുള്ളത് മലമ്പുഴ ഫാന്റസി പാർക്കിന് സമീപത്താണ്. ക്ലൈമറ്റ് നല്ലതാണ്. പക്ഷെ യാത്ര ചെയ്തതിന്റെ ഒരു ചെറിയ 4-3-7 കിലോമീറ്റർ നടന്നതുകൊണ്ട് നമ്മുടെ ചെറിയ മരുമകൻ കുറച്ച് ക്ഷീണത്തിലാണ്. ഒരു ധ്യാനം, ചെറിയൊരു ധ്യാനം യോഗയിലാണ് ഇപ്പോഴേ എനിക്ക് എന്താ ഡയലോഗ് ഓർമ്മ വരുന്നറിയാം? എന്താണ്? നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. നമ്മളിപ്പോ മലമ്പുഴ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് തെക്കേ മലമ്പുഴ പോവാണ്. തെക്കേ മലമ്പുഴയിലാണ് നമ്മുടെ ഫുഡ് സ്പോട്ട് വരുന്നത്.
അത്യാവശ്യം കുറച്ച് തിരക്ക് കാണുന്നുണ്ട്. കാണുന്നുണ്ട് ഈ ഭാഗത്തൊന്നും റോപ്പ് വേ ഉള്ളത് കാരണം അതിന്റെ തിരക്കാണ് തോന്നുന്നത്. വേറെ ഉള്ളിലൊന്ന് കയറണമെന്ന് വെച്ചാൽ ഉള്ളിൽ റിനോവേഷൻ വർക്ക് അതുകൊണ്ട് ഇപ്പൊ എത്രത്തോളം മുന്നോട്ട് പോയ ബ്ലോക്ക് കിട്ടുന്നത് റോപ്പ് വേ നോക്കി കറണ്ട് പോയി, സ്റ്റോപ്പ് ചെയ്താ കറണ്ട് പോയി സ്റ്റോപ്പായി. പിന്നെ ഇത് നോക്കുന്നത് അവിടുത്തെ അങ്ങനെ ഇനിയാണ് വ്യൂ വരുന്നത്. മേഘങ്ങളും മറ്റേ മലയിൽ വന്ന് മൂടുന്നുണ്ട്. മലമ്പുഴ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ കൂടെ തന്നെ നമ്മള് പോവാണ്. അത്യാവശ്യം തിരക്കുണ്ട്. വെള്ളം ഒട്ടുമില്ല, മഴയുമില്ല, മഴയുമില്ല. ഈ വർഷം കുടിവെള്ളത്തിന് വല്ലാതെ ബുദ്ധിമുട്ടാവും. നോക്കി ആൾക്കാരൊക്കെ ഡാമിന്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഡാം ശരിക്കും ഓണ സമയത്ത് തുറന്നുവിടും. അതെ, അറിയേണ്ടതാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നോക്ക്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നോക്കടാ. എടുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്ക്. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളവിടെ നിന്ന് അവിടെ മലമ്പുഴ ആ ഭാഗത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ കാണണ്ട, അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ആ സൈഡ് മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണുന്നതാണ് കട. തെക്കേ മലമ്പുഴയിലാണ്. തെക്കേ മലമ്പുഴയിലാണ് ഏറ്റവും ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷനിലെ ഏറ്റവും ലാസ്റ്റ് ഈ കടയാണ്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. കാണിച്ചു തരാം. പഴംപൊരി ബീഫും. രണ്ട് ബീഫ്. എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും ചേച്ചി? അപ്പൊ ഒരു 8 പഴംപൊരിയും 2 ബീഫും. ഇത് കഴിയട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത് വാങ്ങി. അപ്പൊ നമ്മളത് ബീഫും പിന്നെ പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മീനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് വരും. അപ്പൊ കടയിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ പോയി കഴിക്കാനിരിക്കുന്ന സ്ഥലം നോക്കിക്കോട്ടെ. ലൊക്കേഷൻ നോക്കിക്കോളൂ നിങ്ങള്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് ഡാഡു? നമ്മളൊക്കെ ഡ്രീമായിട്ട് ഇങ്ങനെ കാണില്ലേ, അതേപോലെ ഒരു ലൊക്കേഷൻ. ആ ലൊക്കേഷനിൽ ഇരുന്നിട്ട് പഴംപൊരിയും ബീഫും കഴിക്കും. എനിക്കൊരു പൊടി. അപ്പൊ നമ്മൾ കഴിക്കാൻ തുടങ്ങാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വന്നാലേ കാണുള്ളൂ, അവിടെ ഇരുന്ന് എങ്ങനെ കാണും? നല്ല പഴംപൊരി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ചെറിയൊരു ബീഫിന്റെ കഷ്ണം, അതിന്റെ ചാറും എല്ലാം ചേർത്തിട്ട് ഒരു പൊടി. സ്വർഗം അമ്മ, സ്വർഗം. അടിപൊളി, ഒന്നും പറയാനില്ല. ആ വ്യൂ നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക. നമ്മുടെ മീനും എത്തിയിട്ടുണ്ട്. ആഹാ, അടിപൊളി ഗംഭീര മീനാണല്ലോ. എൻ്റെ അമ്മേ, വായ പൊളന്ത് പാക്ക പറഞ്ഞ പോലെ സൂപ്പർ മീൻ. കഴിച്ചു നോക്കണം. കഴിക്കണ്ട
എന്താ ചൂട്. ഇത്രയും വലുപ്പമുണ്ട്. ഇന്ന് ശനിയാഴ്ചയായ കാരണം മാമൻ നോൺ വെജ് കഴിക്കില്ല, വ്രതത്തിലാണ്. ഇതാ അടിപൊളി, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എന്നെ പറയാൻ വാക്കുകളില്ല. കുഴപ്പമില്ല. ഇതിനേക്കാളും അങ്ങനെ പാരമ്പര്യം ബീഫാണ്. ഇത് നല്ല കേട്ടോ. ഓ അല്ല, കഴിയാറ് ഇത്ര നേരം ഇരുന്ന് കഴിച്ചു, ഫുഡ് കിടന്ന് കഴിക്കുകയാണ്. തളർന്നു, ടയേർഡായി. പക്ഷെ എന്തായാലും നമ്മുടെ കോൺസെൻട്രേഷൻ വിടാൻ പാടില്ലല്ലോ എന്ന് കരുതി മീനിന്റെ ഒപ്പം തന്നെ ഇരുന്ന് കിടന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഈ റിസ്കി സ്റ്റണ്ട് ആരും പെർഫോം ചെയ്യരുത്, താഴെ കേട്ടോ. കുട്ടികളാരും അനുകരിക്കരുത് ഇത്. അങ്ങനെ നമ്മുടെ തിരിച്ച് കൊയിനാമ്പുറം എത്തി. അതോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ മാമ? പരിപാടി ഉഷാറായി. പരിപാടി ഭയങ്കര ഉഷാറായി, അടിപൊളി സെറ്റായി. പരിപാടി നിന്ന് ചെറിയ എന്താ പറയാ, തീറ്റ തിന്നു, നല്ലോണം ഭക്ഷണം കഴിച്ചു. ഒരു എന്താ പറയാ, ഫിഷ് ബീഫ് എന്നൊക്കെ പറഞ്ഞ പോലെ പഴംപൊരി വയറും നിറഞ്ഞു, രാത്രിയുടെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, അടിപൊളിയായി. അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീണ്ടും നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ല വ്ളോഗുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരയ്ക്കും മാമനും മരുമകനും സൈനിങ് ഓഫ്. ടാറ്റാ.